എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. നിനക്ക് ഒരു കാര്യം പറയാണ്ട്. നീ ഒന്നും പണയണ്ട. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പബ്ലിക്കായ എന്റെ അടുത്ത് ഇങ്ങനെ വരരുത്. സോറി, തന്നെ കണ്ട എക്സൈറ്റ്മെന്റില് എന്താ അമ്പലത്തില്? എനിക്കെന്താ അമ്പലത്തിൽ വന്നൂടെ? അതിനെന്തിനാ ചൂടാവണ്? ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഒരു കാര്യം, നമ്മളെ പോലെ ഇത്ര ഗ്ലാമറൊക്കെ എത്ര പിന്നാലെ നടന്ന് സെറ്റ് ആവില്ല. ആണാ കണ്ടാ പറയില്ലാട്ടാ. എന്താ എല്ലാരും കൂടി ചിരിക്കണേ? ഞാൻ വെറുതെ. നീ വെറുതെയാണെന്ന് എനിക്കറിയാം. ഒന്നുമില്ല, വാ നീ കേറ് കേറ്. അപ്പൊ സെറ്റ് ആയില്ലേ? ആയി ആയി. നീ എന്നെ ആക്കല്ലോ. എങ്ങട് ചേട്ടാ ഒരു 4 എണ്ണം. കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ മുളച്ച് വട പോലെയാകും. 4 വട എടുത്തോ. നിനക്കിപ്പോ വേണോ? എനിക്ക് ഒരെണ്ണം എടുത്തോ. ഇതെന്താണ് റേഡിയോ നാടകം? എത്ര നിനക്കിപ്പോ മൊത്തം? 6 എണ്ണം എടുത്തോ. 6 തലേ ആ വരുന്നതൊരു പണിയാണെന്നാ തോന്നുന്നത്. ഇക്ക ഒരു സാധാ പുകല വേണ്ട. പൊന്നോ ഒടുക്കത്താ പിന്നെ ആ ചുണ്ണാമ്പൊന്ന് തന്നെ ബ്രോ. തരത്തില്ല തരത്തില്ല തരത്തില്ല. இந்த மாதிரி நேரத்துல வீரங்க எல்லாம் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? എന്താണ് ബ്രോ, മൊടയാണോ? എന്താണ് മൊടയാണോന്ന്? ആണെങ്കി തനിക്ക് വേണമെങ്കിൽ എടുത്തോടെ. നീ എന്താ ആളെ പേടിപ്പിക്കുക? എന്താ നടക്കുന്നത് ഇവിടെ? ഒന്ന് പാടാ ചള്ളി ചക്ക. അതൊക്കെ തന്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ മതിട്ടാ. ചള്ളി ചക്കാന്ന്. ഡയലോഗ് നന്നായിട്ടുണ്ട്, തൃപ്തിയായി. കണ്ടറിയാവോ? വീട്ടിലുള്ളവരെ പറയുന്നു. ചേട്ടാ എന്തിന്റെ പ്രശ്നം? സീനാക്കല്ലേട്ടാ. ഇവന്മാരെന്താണ് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത്? എടാ, അടിക്കാണെങ്കിലും ഒരു സ്റ്റാർട്ട് കിട്ടണ്ടേ, ഒരു ബിൽഡപ്പ്. അതാ മാറിക്കോ. വേണ്ട വേണ്ട. പൊന്നു ചങ്ങാതിമാരെ, നിങ്ങൾ ഇവിടെ കിടന്ന് തല്ലുടലാട്ടാ. ഇവനിത് ഓവറാക്കും അതല്ലടാ, ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. എന്റെ കച്ചവടം പോടാ പോടാ വിട്ടു പോടാ. നിന്നെ ഇനി പരിസരത്ത് കണ്ടുപോരുത്. എന്റെ കച്ചവടം കളയില്ലാട്ടാ. ചേട്ടാ സീനാക്കണ്ടാട്ടാ. വണ്ടി സ്റ്റാർട്ടായി വിട്ടോ. ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. നീ അവനെ കൊണ്ടുപോയത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ. വെറുതെ ചിരിപ്പിക്കരുത്. എനിക്ക് ചോദിക്കണം അവനോട്, ആ പട്ടിയോട്, അവനെന്തിനാ എന്നെ തള്ളിട്ടെ? ചോദിക്കണം ഇപ്പൊ ചോദിക്കണം. നവാ വിപിനില്ലേ ഇവിടെ? ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇല്ലല്ലോ, എന്താ കാര്യം? അവനിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ചേച്ചി പോയി അവനെ വിളിക്ക്. അവനിവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ചേച്ചി പിന്നെ ഇവൻ ആളൊരു സിംഹമാണ്, പുലി. കണ്ണി ചോരയില്ലാത്തവനാ, എന്തും ചെയ്തു കളി. അവനെ പോയി വിളിക്ക് ചേച്ചി. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അതിന് താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. താൻ പോയി ആദ്യം വിപിനെ വിളിക്ക്. അവനറിയാം ഞാൻ ആരാന്ന്. താൻ പോയി വിപിനെ വിളിക്ക്. ഞങ്ങള് വീട്ടിൽ കയറി ഇറക്കി വലിയ സീനാവും. ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല, തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. എന്റെ വീട്ടിൽ വന്നിട്ട് തെമ്മാടത്തിന് കാണിക്കേ. തല്ലാനാണോ? എവിടെ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. കേറി അടിക്കണ. അയ്യോ എന്റെ മോനെ കൊല്ലുന്നേ, ഓടി വരണേ. അയ്യോ എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ. വന്ന് കയറാ. അയ്യോ ആരെങ്കിലും ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ തള്ളതെ മിണ്ടാതിരുന്നില്ല എന്നുണ്ടെങ്കിൽ വല്ല കടലിൽ കൊണ്ട് തള്ളി ഞാൻ. അയ്യോ ആരെങ്കിലും ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ. നിർത്ത്. കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. എന്താ നിനക്ക് പേടിയുണ്ടോ? ഏയ്, എവര് പേടിക്കും. എന്നാ പേടിക്കാൻ വരട്ടെ. പേടിക്കാനുള്ളത് വരുന്നേ ഉള്ളൂ. എന്ത്? എടായി കോഫി. അയ്യോ, ഈ ഭൂതം ഇവിടെ എത്തിയോ? എടായി കോഫി. അതൊരു വട്ട് കേസാണേ. അത് അപ്പുറത്തെ വീട്ടിലെയാ. ബാക്കിയുള്ളവന്റെ മൂഡ് കളയാനായിട്ട് വന്നോളും. നാശം. സോറി ഏട്ടായി, ഫോൺ വിളിക്കുന്ന കണ്ടില്ലായിരുന്നു. സോറി. അയ്യേ, എന്താ നീ ആരുടെ കെട്ടിക്കാനായിട്ട് കരഞ്ഞോണ്ടിരിക്കണ? ഇന്നലെ രാത്രി പപ്പേട്ടൻ കുറച്ച് ഓവറായിരുന്നു. കുറച്ചല്ല, ശരിക്കും ഓവറായിരുന്നു. ഇനിയുള്ള രാത്രികളിൽ അതിലും മോശമായ നിലയിൽ എന്നെ പ്രതീക്ഷിക്കാം. ഹായ് ഏട്ടായി വന്നോ? ഞാൻ പേടിച്ചിരിക്കായിരുന്നു. അതിന് മുളന്ന് നീ ഇപ്പൊ ആരോട് വെച്ചിട്ട് ഷർട്ട് എടുത്തിട്ടെ? നമുക്ക് വയറുവേദനയായിരുന്നു.
തനിച്ചായിന്ന് തോന്നി. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. ഈ ചേട്ടായിക്ക് എന്തൊരു കേറിങ്ങ. ഇന്നെന്താ മോളെ വലിയ സന്തോഷത്തിലാണല്ലോ. ഭാസ്കരേട്ടാ, ഇന്ന് അപ്പൂറിന്റെ പിറന്നാളാ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുവാ. ഇപ്പൊ കിട്ടിയത് പോരല്ലേ? ചേട്ടാ ഒരു ബീഡിങ് എടുത്തേ. നിക്കടോ, തരാടോ. എന്താണ് ചേട്ടാ കിഡ്നിയല്ലേ ചോദിച്ചത്? ചേട്ടന്റെ കിഡ്നി ഒന്നും അല്ലല്ലോ. അപ്പൊ ഇന്നെന്താ സ്പെഷ്യൽ ഉച്ചയ്ക്ക്? ബിരിയാണിയോ അതോ ഫ്രൈഡ് റൈസോ? ബിരിയാണി ഫ്രൈഡ് റൈസ് ഒന്നുമില്ല. അപ്പൂറിന് പായസം ഭയങ്കര ഇഷ്ടാ. പായസം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ വല്ലത് ഏക്കോ മോളെ? എനിക്ക് സംശയമുണ്ട്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായ. സന്തോഷമായി. വെളുക്കാൻ തേച്ചത് പാണ്ടായി. താനതെടുത്തത് നന്നായിട്ടുണ്ടല്ലോ. ചേട്ടായി, ഇത് ചേട്ടയുടെ ജീവിതത്തിൽ നടന്ന കഥയല്ലേ? ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആര് പറഞ്ഞു? അതെ, എനിക്കറിയാം. ചേട്ടാ എന്തിനാ ചേട്ടായി വിഷമിക്കുന്നേ? അതിലും നല്ല പെണ്ണിനെ ചേട്ടാ കേട്ടത്തില്ല. അതെ, ആരെയും കിട്ടിയില്ലെങ്കിൽ നേരെ എന്റെ വീട്ടിലോട്ട് പോന്നേരെ. അതെ. ആരെയും കിട്ടിയില്ലെങ്കിൽ നേരെ എന്റെ വീട്ടിലോട്ട് പോന്നേരെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? நான் என்ன பண்ணுவேன் பெருமானே? அவரை பார்த்தானே என்னென்னமோ பண்ணுதே. ഇഷ്ടം തോന്നി നിന്നെ ഒന്നു കാണുവാൻ. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട് ഇല്ലേ? മുളി റോഡിലൂടെ പോകുമ്പോൾ നിന്നോടുള്ളൊരു ഇഷ്ടം ഞാൻ നിന്നെ ഒന്നു കാണുവാൻ, നിന്നോടൊന്നു മിണ്ടുവാൻ. മണ്ണപ്പം എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ. ട്രൈ എന്റെ ട്രൈ കണ്ട അവള് വീണു. ചുട്ടുകളിക്കണ പായത്തിൽ ഇഷ്ടം തോന്നി. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? നിന്നോടൊന്നു മിണ്ടു. അത് ശരി. അപ്പൊ ഞാൻ സംശയിച്ച ശരി തന്നെയാ. കൊറേ കാലമായി സരളെ കാണുമ്പോ ലോറൻസിന് ഒരു ചോര കൂടി. മനസ്സിലിപ്പോ ഇതായിരുന്നല്ലേ? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. ഉസ്മാനെ രക്ഷപ്പെട്ടോ.